ഓം ശാന്താകാരം ഭുജഗശീരം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേഹരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും കുചേലന് നൽകി. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ കുചേലന് പ്രകാരം ഭഗവാൻ അനുഗ്രഹം നൽകി, സർവ്വ ഐശ്വര്യങ്ങൾ നൽകി. അതിൽ നിന്ന് ഈ ഭൗതിക ലോകത്തോടുള്ള കാഴ്ചപ്പാടും ഭഗവാൻ എപ്രകാരമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ നൽകിയെന്നും അതിലൊന്നും ഭ്രമിക്കാതെ യഥാർത്ഥത്തിൽ ഒരു പക്വമായ ബുദ്ധിയോടുകൂടി ഒരു പിതാവ് എപ്രകാരം ചിന്തിക്കുന്നുവോ അതേപ്പറ്റിയാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുചേലൻ ആ ഭഗവാനെപ്പറ്റി, ഭഗവാന്റെ ഭാവനയെപ്പറ്റി പോലും മനസ്സ് സ്വയം ചിന്തിച്ച് അതേപ്പറ്റി ഒരു ആത്മവിചാരം ചെയ്യുകയാണ്. തനിക്ക് ഈ വക ദരിദ്രനായി കഴിഞ്ഞിരുന്ന തന്നെ ഇത്തരത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നൽകിയത് എന്തുകൊണ്ടാണെന്നും ആ ഭക്തിയുത സേവനത്തിൻ്റെ ഫലം ഇപ്രകാരം സർവ്വ ഐശ്വര്യങ്ങളായിട്ട് ഭഗവാൻ നൽകിയതും തൻ്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തന്ന ഭഗവാനോട് എത്തരത്തിലുള്ള സമീപനമാണ് തനിക്ക് ഉണ്ടാകേണ്ടത് എന്നും പരിപക്വമായിരിക്കുന്ന ഭക്തിയോഗ സിദ്ധിയുടെ ഫലം എന്താണെന്നും ഭഗവാൻ തന്നെപ്പറ്റി കറകളഞ്ഞ ഭക്തരെപ്പറ്റി എപ്രകാരമാണ് വിചാരിക്കുന്നതെന്നും സ്വയം കുചേലൻ ആത്മവിചാരം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഭഗവാൻ തന്നോട് പെരുമാറുന്നത്, അതായത് എല്ലാം മനസ്സിലാക്കി എങ്ങനെയാണെന്ന് പ്രത്യേകം പറയാണ്. അതായത് ഭഗവാന്റെ മനസ്സ് എപ്രകാരമാണ് പക്വബുദ്ധിയുള്ള ഭക്തരോട് ഉണ്ടാകുന്നത്, ഒരു പിതാവിന് പുത്രനോടുണ്ടാകുന്ന ആ സ്നേഹത്തെപ്പറ്റി ഒരു വിശകലനം ചെയ്യുകയാണ് ഇവിടെ കുചേലൻ ചെയ്യുന്നത്. അതായത് പിൽക്കാലത്ത്, അതായത് പക്വബുദ്ധി ഇല്ലാത്ത പുത്രന്റെ കയ്യിൽ ഏറെ പണം നൽകാത്തവനും പിൽക്കാലത്ത് പുത്രൻ വളർന്ന് വലുതായി പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഭണ്ഡാരപ്പുര തന്നെ മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കുന്നവനുമായിരിക്കുന്ന അഭ്യുതകാംക്ഷിയുമായിരിക്കുന്ന പിതാവിനെ പോലെയാണ് ഭഗവാൻ എന്ന് ഇവിടെ കുചേലൻ ആത്മവിചാരം ചെയ്യുന്നു. ഭഗവാനിൽ നിന്ന് കിട്ടിയ ഐശ്വര്യ സമൃദ്ധികൾ അമിതമായ സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന തീരുമാനത്തിലാണ് ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ എത്തിച്ചേർന്നത്. ഇതിൽ നിന്ന് പരിപക്വമായ ബുദ്ധിയോടുകൂടിയ കുചേലൻ ഭഗവാന്റെ ഭാവന ഏത് ഭാവത്തിനാണ് തനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയത്, ഒരു പിതാവിനെ പോലെ പുത്രനോട് ഉള്ള ആ സ്നേഹം, ബന്ധത്തെ, അനുകമ്പയാൽ എപ്രകാരമാണ് ഭഗവാൻ എന്തുദ്ദേശിച്ചാണ് തനിക്ക് ഐശ്വര്യങ്ങൾ നൽകിയത് എന്ന് പ്രത്യേകം ആത്മവിചാരം ചെയ്യുന്നു. നമുക്ക് ഒരു പുത്രൻ ചോദിക്കുന്നതൊക്കെ നൽകുന്ന പിതാവിൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കണം എന്നർത്ഥം. എപ്രകാരം കഷ്ടപ്പെട്ടിട്ടാണ്, ഏതൊക്കെ തരത്തിലാണ് തനിക്ക് പിതാവ് ഈ പറയുന്ന താൻ ചോദിക്കുന്നതൊക്കെ നൽകുന്നത് എന്നും ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് പഠിക്കണം എന്നർത്ഥം. അവരുടെ ആത്മവിചാരം എന്താണെന്ന് കൂടി സ്വയം വിചാരം ചെയ്യണം. ഇതൊരു പരിപക്വതയാണ്, പുത്രന്റെ പക്വതയാണ്. പുത്രന്റെ പക്വത എന്താണെന്നും അത് പല ഘട്ടങ്ങളിൽ ജീവിതത്തിൽ പുത്രനിൽ നിന്നുള്ള പെരുമാറ്റങ്ങളിൽ നിന്നും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും കർമ്മവാസനകളിൽ നിന്നും മനസ്സിലാക്കുന്ന പിതാവ് അവൻ്റെ ഇഷ്ടമനുസരിച്ചു കൊണ്ടുള്ള അവൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എപ്രകാരം വേണമെന്ന് പുത്രൻ വിചാരം ചെയ്യണം. പുത്രൻ്റെ വിചാരങ്ങളെ പിതാവ് വിചാരം ചെയ്യണം. ഇവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിത വിജയത്തെ ഒരു കുടുംബ സംരക്ഷണത്തിൽ നമുക്ക് വേണ്ട വിധത്തിൽ പരിപാലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അച്ഛനും മകനും തമ്മിലോ ഇല്ലെങ്കിൽ മകനും അമ്മയും തമ്മിലോ ഈ സ്പർദ്ധയുണ്ടാകാതിരിക്കണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കണം എന്നർത്ഥം. പരസ്പരം അവരവരുടെ ആത്മവിചാരം ചെയ്യുന്നതോടൊപ്പം പ്രതിയോഗിയുടെ ആത്മവിചാരം കൂടെ നമ്മൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കൂ. ഇവിടെയാണ് സ്വധർമ്മം, കുടുംബ സംരക്ഷണം നമുക്ക് സാധ്യമാകൂ എന്നർത്ഥം. അപ്പം ഒരു പിതാവ് പുത്രനെ പറ്റി ആത്മവിചാരം ചെയ്യണം, അവരുടെ വികാരങ്ങളെപ്പറ്റി ആത്മവിചാരം ചെയ്യണം. അതുപോലെ പുത്രൻ പിതാവിൻ്റെ ആത്മവിചാരങ്ങളെപ്പറ്റിയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെപ്പറ്റിയും പുത്രനെ പറ്റിയുള്ള താല്പര്യവും അവരുടെ കരുതലും ഒക്കെ അച്ഛനെയും അമ്മയെയും പറ്റി പുത്രനും പുത്രിയുമായാലും ആത്മവിചാരം ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. അപ്പോൾ മാത്രമേ കുടുംബ സംരക്ഷണം സാധ്യമാകൂ എന്നർത്ഥം.
അപ്പം ഭഗവാനിൽ നിന്ന് കിട്ടിയ ഐശ്വര്യ സമൃദ്ധികൾ അമിതമായ സുഖാനുഭവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന തീരുമാനത്തിലാണ് ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ എത്തിച്ചേർന്നത്. അപ്പോൾ ഭഗവാനിൽ നിന്ന് ഏത് തരത്തിലുള്ള ഐശ്വര്യം കിട്ടിയാലും നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോകസേവാർത്ഥമായിട്ട് ദൈഷ്ടാൻ ഭോഗാൻ യോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാക തൈലത്താന പ്രദായേപ്യോ യോ മുക്തേസ്തേന ഏവസ എന്ന് പറഞ്ഞു. ആ യജ്ഞശിഷ്ടം ഭുജിച്ചാൽ അമൃതതുല്യമാകും. അമൃതതുല്യമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദേവൻ ഭഗവാൻ ഏത് വിചാരത്തോടു കൂടിയാ നമുക്ക് ഇഷ്ടഭോഗങ്ങൾ നൽകിയത്, അതേ വിചാരത്തോടു കൂടി വേണം ഭഗവാൻ നൽകുന്ന ഇഷ്ടഭോഗങ്ങളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ പരസ്പരം ഭാവയന്തക പരമശ്രേയവാപ്സ്യതം, ശ്രേയസ്കരമായിട്ടുള്ള ഐശ്വര്യങ്ങളെ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചും അതേ ഭാവത്തിൽ നമ്മൾ ശ്രേയസ്കരമായിട്ട് പരസ്പരം മറ്റുള്ളവരോട് സഹവർത്തിത്തോടു കൂടി പെരുമാറുമ്പോഴാണ് അത് ശ്രേയസ്സായിട്ട് നിലനിൽക്കുക. പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത എന്നാണ്. ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇഷ്ടഭോഗങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചിട്ട്, അങ്ങനെ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി സമർപ്പിച്ചിട്ട് നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ് ഇതിൻ്റെയൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് പരോപകാരാർത്ഥമായിട്ട് പ്രയോജനപ്പെടുത്തണം യജ്ഞഭാവനയോടുകൂടി. അതാണ് ഇവിടെ കുചേലനും തനിക്ക് കിട്ടിയിരിക്കുന്ന ഐശ്വര്യ സമൃദ്ധികൾ അമിതമായ സുഖാനുഭവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ, എന്നാൽ അതൊക്കെ വേണ്ട വിധത്തിൽ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് കുട്ടികൾക്കായാലും ഭാര്യയ്ക്കായാലും കുടുംബത്തിലുള്ള സേവകർക്കായാലും ഒക്കെ ഉപയോഗിക്കാം. അമിതമായിട്ട് ഉപയോഗിക്കാതെ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന തീരുമാനത്തിലാണ് ജ്ഞാനിയായിരിക്കുന്ന ആ ബ്രാഹ്മണൻ എത്തിച്ചേർന്നത്. പുതിയതായി കിട്ടിയ ധനൈശ്വര്യങ്ങൾ ത്യാഗമനോഭാവത്തോടെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വിഷയസുഖങ്ങളിൽ ആസക്തിയില്ലാതെ ഐശ്വര്യ സമൃദ്ധികൾ ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിച്ച് ഭാര്യയുമൊത്ത് ശാന്തമായ ജീവിതം നയിച്ചു. ഇതാണ് അനായസന ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഭക്തനും, അവിടെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ എന്നല്ല, ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഒരു ഈശ്വരീയ ഭാവം നമുക്ക് കൈവന്നാൽ അപ്പോഴാണ് നമുക്ക് അനായസന ജീവിതം സാധ്യമാകുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സ്, അതായത് ആത്മസംരക്ഷണം, ജീവസംരക്ഷണം ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുടുംബ സംരക്ഷണം സുഭിക്ഷമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ എല്ലാവരുടെയും സന്തോഷത്തെ നിലനിർത്താനും സാധിക്കും. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്, എങ്ങനെയാണ് ഒരു കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഈശ്വരൻ നൽകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളെയും ത്യാഗമനോഭാവത്തോടു കൂടി വേണം സ്വീകരിക്കാൻ. അങ്ങനെ വിഷയസുഖങ്ങളിൽ ആസക്തി ഇല്ലാതെ ഐശ്വര്യ സമൃദ്ധികൾ ഭഗവത് പ്രസാദമായി സ്വീകരിച്ച് ഈ കിട്ടുന്നതൊക്കെ നമ്മൾ ഏതൊരു സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവത് പ്രസാദമായിട്ട് കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആസക്തിയില്ലാതെ ഐശ്വര്യ സമൃദ്ധികൾ എല്ലാം തന്നെ ഭഗവത് പ്രസാദമാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം. പിന്നെ അത് ആ കുടുംബാംഗങ്ങളുമൊത്ത് ശാന്തമായിട്ട് ജീവിതം നയിച്ചുകൊള്ളൂ. അത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കരുത്, ഭക്തിയുത സേവനത്തിൽ വെക്കുന്നവർക്ക് അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ നമ്മൾ എന്തിനാ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത്? ഇതെല്ലാം വേണ്ട വിധത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരും അനുഭവിച്ചോട്ടെ, ഭാര്യയും മക്കളും ഒക്കെ അനുഭവിച്ചോട്ടെ. പക്ഷെ അത് അമിത ആസക്തിയിലേക്ക് പോകരുത്. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സമൂഹത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നർത്ഥം. അതുകൊണ്ട് അനേകം ഭോജ്യങ്ങൾ ഭഗവാന് സമർപ്പിച്ച ശേഷം പ്രസാദമായി സ്വീകരിച്ചാണ് അദ്ദേഹം ആസ്വദിച്ചിരുന്നത്. അതുപോലെ ഭഗവാന്റെ കാരുണ്യത്താൽ ഭൗതികമായ സമ്പത്ത്, കീർത്തി, അധികാരം, വിദ്യാഭ്യാസം, സൗന്ദര്യം തുടങ്ങിയ ഐശ്വര്യങ്ങൾ നമുക്ക് കൈവന്നാൽ അവയെല്ലാം വരദാനമായിട്ട് കണക്കാക്കി അതൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനത്തിനായി കൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ഇതാണ് മനുഷ്യൻ്റെ ധർമ്മം. ഒരു ഭക്തന്റെ ധർമ്മം എന്താണെന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഭഗവാൻ. ആ കുചേലൻ്റെ ജീവിതത്തെ നമ്മൾ ഓരോ മനുഷ്യനും എടുത്ത് ആത്മവിചാരം ചെയ്യണം. ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് ആധ്യാത്മികയിലേക്ക് വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഭക്തിയിലേക്ക് വരുമ്പം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും അല്ല വേണ്ടത്. നമ്മൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഭക്തിയുടെ ഭാവമൊന്നും അല്ല യഥാർത്ഥത്തിൽ ഭക്തി. കറകളഞ്ഞ ഭക്തിയിലേക്ക് വരിക എന്നുള്ളത്. ഈ പ്രത്യക്ഷത്തിൽ ഒന്നും ഷോയൊന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ സമർപ്പിതമാകേണ്ടത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് എതിർച്ചാൽ അവസന്തുഷ്ടവും ദ്വാതീയവും മത്സര എന്ത് കിട്ടിയാലും വേണ്ടില്ല, മത്സരബുദ്ധി ഇല്ലാതെ തന്നെ അതിനെ ഭക്തിയുത സേവനത്തിന് ഉപയോഗിക്കണം. അവിടെ കുടുംബ സംരക്ഷണവും സമൂഹ സംരക്ഷണവും ഈ കുചേല വൃത്തത്തിൽ നിന്ന് തന്നെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ആത്മസംരക്ഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വിഗ്രഹം വെച്ചിട്ടേ ഈ നമ്മൾ ആത്മാവിനെ കൂട്ടിക്കെട്ടി വച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ അലങ്കാരത്തിൻ്റെ ഭാവനയിൽ ഒരു വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പല ക്ഷേത്രങ്ങളിലോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനിട വന്നത്, ഒരു സപ്താഹത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ പലരും കൊണ്ടുവന്നിട്ടോ ഇല്ലേ സ്വയം സപ്താഹം നടത്തുന്നവരോ ആയിട്ടായാലും പുറത്തു നിന്ന് ഒരുപാട് മാലയും ഇല്ലേ അലങ്കാരം നിങ്ങൾ ഒരുപാട് ചെയ്തിട്ട് ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ മുകളിൽ ആ വിഗ്രഹത്തിനനുസരിച്ചുള്ള അലങ്കാരമല്ല ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം എന്താ, ഇവിടെ ഈ മാലകളും വിധി അതുപോലുള്ളതൊക്കെ കൊണ്ട് ചാർത്തിയിട്ട് ഭഗവാന്റെ 2 കണ്ണും കഷ്ടിച്ചു മുഖം മാത്രമാണ് ഇതിനെ ഇടവഴി കൂടെ തുറന്നൊന്ന് കാണുന്നുണ്ടോ എന്ന് സംശയം. ഇതേ ഭാവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മാവിലെ നമ്മുടെ കർമ്മവാസനകളും ജന്മവാസനകളും കൊണ്ട് ബന്ധിച്ച് കഷ്ടിച്ച് ഭഗവാന്റെ ശക്തി കുറേശ്ശെ നമ്മൾ ജീവൻ നിലനിർത്തുന്നത്. നമ്മുടെ ചിന്താ, വാക്ക്, പ്രവൃത്തിയൊക്കെ ഭഗവാന്റെ ശക്തി കൊണ്ടാണെന്ന് പറഞ്ഞ ഹൃദയമാകുന്ന ഗുഹയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയും മറവിയും അറിവും നൽകുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഭഗവാന്റെ ശക്തി കുറേശ്ശെ, ഞാൻ പറഞ്ഞു, ഈ വിഗ്രഹത്തെ എങ്ങനെയാണോ അലങ്കരിച്ച് ചാർത്തി വെച്ചിരിക്കുന്നത്, അതിൽ ഭഗവാന്റെ കണ്ണുകളും മുഖവും പ്രസാദിച്ച മുഖവും വളരെ സുഷിരങ്ങളിലൂടെ വളരെ കുറഞ്ഞ റേഞ്ചിൽ നമുക്ക് ഭഗവാന്റെ മുഖം കാണാൻ സാധിക്കും. 4 വശം ഒരുപാട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ അലങ്കാരമൊക്കെ കണ്ടിട്ട് ആ അലങ്കാര മാല കൊണ്ടൊക്കെ ഇങ്ങനെ കഴുത്തിലിങ്ങനെ ചാർത്തിയിട്ട് ഭഗവാനെ ശ്വാസം മുട്ടിച്ച് നിർത്തിയിരിക്കുന്ന അതേ അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിനെ നമ്മുടെ കർമ്മബന്ധനങ്ങളെ കൊണ്ട് നാം ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് മുക്തമാക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഈശ്വരന്റെ ശക്തി സ്വതന്ത്രമാകുമ്പോഴാണ് നമ്മുടെ ചിന്താ, വാക്ക്, പ്രവൃത്തിയൊക്കെ ഇത്തരത്തിലൊരു യഥാർത്ഥ കറകളഞ്ഞ ഭക്തിഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒരു ബൾബ് നമ്മൾ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്, വെളിച്ചം കാണാൻ വേണ്ടിയിട്ടിട്ട് അതിന് അലങ്കാരത്തിന്റെ പേരിൽ പല അലങ്കാരം കളറുകളെ കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള അലങ്കാരഭൂഷിതമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ആ ലൈറ്റിന്റെ പ്രകാശത്തെ സ്വതന്ത്രമായിട്ട് വരാത്ത വിധത്തിൽ അതിനെ മൂടി വെച്ചാൽ എന്നാൽ കുറേശ്ശെ കാണുകയും ചെയ്യാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ പ്രകാശം നമുക്ക് സുലഭമായിട്ട് കിട്ടില്ല. ഇതേ അവസ്ഥയാണ് നമ്മുടെ ജീവനെ, നമ്മളെ ജീവാത്മാവിനെ ശരീരത്തിൽ നമ്മുടെ കർമ്മവാസനകളെ കൊണ്ട് ജന്മവാസനകളെ കൊണ്ട് ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത്. അതിനെ ഒന്ന് സ്വതന്ത്രമാക്കൂ, അതിന് സ്വതന്ത്രമായിട്ട് പ്രകാശിക്കാൻ അവസരം കൊടുക്കൂ. അതിനാണ് ഭക്തി. നമ്മുടെ ഉള്ളിൽ തന്നെ ഐശ്വര്യങ്ങളെ പ്രകാശിപ്പിച്ചാൽ ഈ പറയുന്ന ഐശ്വര്യങ്ങളെ ഭക്തി, ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമയായിരിക്കുന്ന ഭഗവാന്റെ ശക്തി പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവസംരക്ഷണം അനായാസനമാണ്. ആത്മസംരക്ഷണം സാധിച്ചാൽ പിന്നെ ജീവസംരക്ഷണം, ശരീരം പോലും രോഗമുക്തിയായിട്ട് അനായാസേന ജീവിതം നയിച്ച് അനായാസേന മരണത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഈ ഭക്തിയുത സേവനത്തിലൂടെ കുചേലൻ തെളിയിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഞാനിത് എടുത്തു പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത ദിവസം ഗുരുവായൂർ കുറച്ച് ദിവസം താമസിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടപ്പോൾ അവിടെ നടക്കുന്ന ഒരു സപ്താഹത്തിലെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എങ്ങനെ വച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കണ്ടെത്തിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവാത്മനെ എപ്രകാരമാണ് അസ്വാതന്ത്ര്യമായിട്ട് ബന്ധിച്ച് നമ്മൾ നിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നത്. ആ ഭഗവാന്റെ ശക്തിയെ നമുക്ക് വേണ്ടതിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തത് നമ്മുടെ കർമ്മവാസന ജന്മവാസനകളാൽ ആ ശക്തിയെപ്പോലും നമ്മൾ മറച്ചു വെച്ചിരിക്കുക എന്നർത്ഥം. അതിനെ സ്വതന്ത്രമാക്കൂ. അതാണ് ആത്മസംരക്ഷണം. അപ്പോഴേ നമ്മുടെ ശരീരത്തെ പോലും യഥാവിധി ഗുരുവായൂരപ്പൻ്റെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ അപരാശക്തി കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ച വസ്തുക്കൾ ഗുരുവായൂരപ്പൻ്റെതാണ്. അതിനെ യഥാവിധി പ്രകാശിപ്പിക്കണം, അതിന് രോഗമുക്തി നേടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വൈദ്യനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ശക്തിയെ നമ്മൾ സ്വതന്ത്രമാക്കിയിട്ട് ശരീരത്തെ ഉപയോഗിക്കണം. അതാ ജീവസംരക്ഷണം. അപ്പോഴാ രോഗമുക്തി അനായാസന ജീവിതം നയിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ധർമ്മക്ഷേത്രമാണല്ലോ നിമിത്തം. ഈ ശരീരം ഇല്ലെങ്കിൽ, ആരോഗ്യത്തോടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഒരമ്മ, ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇട്ടിരുന്നതാണ്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരമ്മ 88 വയസ്സ് വരെ കുറേ കാലത്തൊക്കെ ഭൗതിക ജീവിതത്തിൽ ലഭിച്ച് നടന്നിട്ട് കാലത്ത് ഭക്തിയുടെ ആ ശ്രേഷ്ഠതയൊന്നും കാണിച്ചിരുന്നാലെന്ന് ഇല്ല എന്ന് അമ്മ തന്നെ പറഞ്ഞു. എന്നാൽ ഒരു പകുതി ആയുസ്, ഒരു 40 വയസ്സിന് ശേഷം ഈ നാട്ടിൽ വന്ന് താമസിക്കാൻ ഇടവന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ യഥാർത്ഥത്തിൽ ഇന്നൊരു സത്സംഗ സമിതിയോ ഇല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനും ഒരു നല്ല മാർഗത്തിലേക്ക് അതിനെ നയിക്കാനുള്ള പ്രേരണയും കൊടുത്ത് ഈ അമ്മയാണ്. എൻ്റെ അമ്മ കഴിഞ്ഞാൽ, സ്വന്തം അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന, അമ്മയെപ്പോലെ കരുതിയിരുന്ന ഒരു അമ്മയാണ് ഈ അടുത്ത ദിവസം വിഷ്ണുപാദം പൂകിയെന്ന് ഞാൻ പറഞ്ഞത്. ഈ അമ്മ അനായാസന ജീവിതം, എൻ്റെ പരമമായ ലക്ഷ്യം, ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഉദ്യം പരമപദമാണ്. അതിൻ്റെ ലക്ഷ്യം പോലും അനായാസന ജീവിതം, അനായാസന മരണമാണ്.
ഈ അമ്മ ഭക്തിയുത സേവനത്തിലൂടെ അനായാസന ജീവിതവും അനായാസന മരണവും പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നു. ഇങ്ങനെ ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നിയോഗത്താൽ പോലും മരിക്കുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ഇൻഡിക്കേഷൻ കിട്ടി. ഞാൻ പോയിട്ട് ഗംഗാജലവും ഗുരുവായൂരപ്പൻ്റെ പ്രസാദം അവിടെ കൊണ്ട് കൊടുത്തു. മക്കളോട് പറഞ്ഞിട്ട് പോന്നു, ഏറ്റവും മാക്സിമം 7 ദിവസം ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഒരാളെങ്കിലും അമ്മയുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കും, ഏത് സമയം അമ്മ ശരീരം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് പോന്നു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പം കാലത്ത് അമ്മ ശരീരം ഉപേക്ഷിച്ചു. എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് അത് മനസ്സിലായി. 10 മിനിറ്റ് അവിടുന്ന് വിളി വന്നു, അമ്മ ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത്. ഒരാശുപത്രിയും കടന്നിട്ട് മൂക്കിലും വായിലും ട്യൂബ് കയറ്റിലല്ല അമ്മ മരിച്ചത്. ഇതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ പോലും ലക്ഷ്യം ഇതാണ്. അനായാസന ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. നമ്മുടെ ആത്മാവിനെ നമ്മൾ സ്വതന്ത്രമാക്കൂ, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കൂ. അപ്പോഴേ ശരീരം പോലും രോഗമുക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതും ഭക്തിയുത സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ അനായാസന ജീവിതം. ഇവിടെ കുചേലൻ നമ്മളെ കാണിച്ചു തരികയാണ്. ഭഗവാനിൽ നിന്ന് ദരിദ്രനായി കഴിഞ്ഞ ആള് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടി. ആ ഭഗവാന്റെ ഐശ്വര്യത്താൽ കിട്ടിയതിനെ ഒക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുകൂടെ, എല്ലാവിധ ഐശ്വര്യ സമൃദ്ധികളും എപ്രകാരം ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചു. അത് തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടോ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതെ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന തീരുമാനത്തിലെത്തി. ജ്ഞാനിയായിരിക്കുന്ന ആ ബ്രാഹ്മണൻ പുതിയതായി കിട്ടിയ ധനൈശ്വര്യങ്ങൾ ഒരു ത്യാഗ മനോഭാവത്തോടെ അദ്ദേഹം അത് സ്വീകരിക്കുകയും ഭഗവാൻ തന്നതൊന്നും നിഷേധിക്കുകയല്ല ചെയ്ത് സന്തോഷത്തോടെ സ്വീകരിച്ചു, ത്യാഗ മനോഭാവത്തോടെ സ്വീകരിച്ചു. അങ്ങനെ വിഷയസുഖങ്ങളിൽ ആസക്തി ഇല്ലാതെ ഐശ്വര്യ സമൃദ്ധികൾ ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിച്ച് ഭാര്യയുമൊത്ത് ശാന്തമായിട്ട് അനായാസന ജീവിതം നയിച്ചു എന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഇതേപോലെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.